ഇപ്പോൾ ഞാൻ മുരിങ്ങച്ചാറ് വെക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഈ മിക്സി ജാറിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, വെളുത്തുള്ളി ഒരു 10 അല്ലി, ജീരകം 1 സ്പൂണ്, കുരുമുളക് 1 സ്പൂണ്, കൊത്തമല്ലി 2 സ്പൂണ് കൊത്തമല്ലി, പിന്നെ വറമുളക് ഒരു 2 എണ്ണം. അത് എല്ലാം മൂന്നും ചേർത്തിട്ട് ഇപ്പോൾ അരച്ചിട്ട് വരാം. കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ചേർക്കേണ്ട, അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇപ്പം ഞാൻ അരച്ചിട്ട് വന്നിട്ട് പറയാം കേട്ടോ മുരിങ്ങച്ചാറ് എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ പാലക്കാട് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും പ്രസവിച്ച് കിടക്കുന്ന മക്കൾക്ക് നമ്മൾ മുരിങ്ങച്ചാറ് കൊടുക്കാറുണ്ട്. ഇതിലെ വെളുത്തുള്ളിയും ജീരകം, കുരുമുളക്, കൊത്തമല്ലി ഇതെല്ലാം നമുക്ക് വെളുത്തുള്ളിയും കുരുമുളകും ഇതൊക്കെ നമ്മൾക്ക് പാല് കൂടുതൽ പ്രസവിച്ച് കിടക്കുന്ന ആൾക്കാർക്ക് പാല് കൂടുതൽ വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മുരിങ്ങയില്ലേ കണ്ടില്ല, ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മുരിങ്ങച്ചാറ് കൊടുക്കാറുണ്ട്. ഓരോ ആൾക്കാർ 3 ദിവസം കൊടുക്കാറുണ്ട്. ഞങ്ങളൊക്കെ 4-5 ഒരാഴ്ച, പിന്നെ ആഴ്ചയ്ക്കും കൊടുക്കാറുണ്ട് കേട്ടോ. ഞാനിത് ഇത് അരച്ചിട്ട് വന്നിട്ട് ബാക്കി പറയാം കേട്ടോ. ഇപ്പോൾ ഞാൻ പിന്നെ ചേരുവകൾ, മുരിങ്ങച്ചാറ് വയ്ക്കാനുള്ള ചേരുവകൾ നൈസായിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കണം കേട്ടോ. എന്നിട്ട് ഇതിൽ നമ്മൾ ആദ്യം ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ഈ അരച്ച ഇതില്ലേ മസാല ഒഴിക്കുക. കുറച്ച് കൂടുതൽ വെള്ളം വേണം കേട്ടോ, ഒരുപാട് തിക്കായിട്ടുണ്ടാവാൻ പാടില്ല. കുറച്ച് വെള്ളം മാതിരി ഉണ്ടെങ്കിലാണ് നന്നായിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇനി അതിൽ 1 ഗ്ലാസും കൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കാം. ഞാൻ ഇതിലോട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് താളിക്കേണ്ട ഒരു കാര്യമില്ല, നമ്മളെങ്ങനെ സാധാരണ അങ്ങനെ വെക്കാറുള്ളത്. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇതിട്ടിട്ട് ഇനി അടുത്ത് നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് ഉപ്പാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിടണം കേട്ടോ. ആദ്യം കുറച്ചിട്ടിട്ട് പിന്നെ നമ്മൾ പാകത്തിന് നോക്കിയിട്ട്, ഇതിൽ കണക്കൊന്നുമില്ല, സ്പൂൺ കണക്കൊന്നുമില്ല. ആദ്യം ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മൾ അരച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ച ഇത് നന്നായി തിളയ്ക്കണം കേട്ടോ. ഇത് ഈ ചാറില്ലേ അരച്ചതിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിക്കണം. ഇത് വേവിക്കാതെ നന്നായി വേവണം. ഈ കുരുമുളകും ജീരകവും കൊത്തമല്ലി അതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകണമെന്ന് മാത്രമല്ല, നന്നായിട്ട് വേകണം കേട്ടോ. പ്രസവിച്ച ആൾക്കാർക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചിട്ട് വേണം. നന്നായി വെന്തു എന്നുള്ളത് ഉറപ്പ് വരുത്തണം. നിറയെ വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി കുറച്ച് വറ്റണം കേട്ടോ. വറ്റണ വരയ്ക്കും തിളപ്പിച്ചാൽ അപ്പോൾ അത് നന്നായി വെന്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതെല്ലാം നമ്മൾ വേഗാതെ കൊടുത്താലൊക്കെ ചിലപ്പോൾ വയറിന് എന്തെങ്കിലും അസുഖം വരികയൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങളുടെ അമ്മ ഞങ്ങളൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ കുരുമുളക് ചാറ് വെച്ച് തരാറുണ്ട്. പിന്നെ പണ്ട് മോസ്റ്റ്ലി കുരുമുളക് ചാറ് ഞങ്ങളൊക്കെ പ്രസവിച്ച സമയത്ത് ഞങ്ങളുടെ അമ്മയൊക്കെ ഞങ്ങൾക്ക് കുരുമുളക് ചാറ് വെച്ച് തരാറുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെയൊക്കെ ബേസിലാണ് ഇപ്പോൾ വെക്കുന്നത്. പിന്നെ നല്ല ടേസ്റ്റുമാണ്, ഔഷധമാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. മുരിങ്ങയില എന്നൊക്കെ പറയുമ്പോൾ കണ്ണിന് കാഴ്ചയ്ക്കൊക്കെ നന്നായിട്ട് ഉപകാരപ്രദമാണ്. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ തൊടികളിലൊക്കെ മിക്കവാറും എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ മുരിങ്ങ. അതുകൊണ്ട് ഞാൻ ആഴ്ചയ്ക്ക് ഓരോ പ്രാവശ്യം വെക്കാൻ ശ്രമിക്കാറുണ്ട്. നല്ലതാണ് കാഴ്ചശക്തി കൂടാനൊക്കെ. ഇതാ നമ്മുടെ ചാറ് തിളച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് സ്ലോ ആക്കാം ഫ്ലെയിം. ഒരുപാട് വറ്റേണ്ട ആവശ്യമില്ല, പക്ഷെ നന്നായി തിളച്ച് വേകണം, അത് ഉറപ്പ് വരുത്തണം. നന്നായി തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് മുരിങ്ങയിലാണ് ഇടാം കേട്ടോ.
നമ്മുടെ മുരിങ്ങച്ചാറ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചും കൂടെ വേകട്ടെ. വെന്തതിന് ശേഷം നമ്മൾ മുരിങ്ങ അതിലോട്ട് ഇടാട്ടോ. മുരിങ്ങ ഇട്ട ശേഷം കൂടുതൽ നേരം തിളയ്ക്കണം എന്നൊന്നുമില്ല. മുരിങ്ങയിട്ട് ഒരു 2 തിള അത്രയേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓഫാക്കണം. എന്നാലും അതിൻ്റെ ഇല മുരിങ്ങ ഇലയുടെ ഒരു എന്താ പറയുക ആ ഗുണം നമുക്ക് കിട്ടുള്ളൂ. ഒരുപാട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ചാറ് ഒരുവിധം വെന്തിട്ടുണ്ട്. ആ പച്ച മണമൊക്കെ ഒന്നും കൂടെ പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ എന്താ ചെയ്യുമ്പോൾ നമ്മുടെ ഈ മുരിങ്ങയിലയിൽ അത് കുറച്ച് കുറച്ചായിട്ട് അതിലോട്ടിടാം. ഞങ്ങളുടെ അമ്മയൊക്കെ പറയാറുണ്ട് മുരിങ്ങ ഇല ഇട്ടതും ഒരു 2 മിനിറ്റ് കൊതിക്കാനേ പറ്റുള്ളൂ. കൊതിച്ചത് നമ്മൾ ഇറക്കി വെക്കണം. അപ്പോൾ അതിൽ കുറച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന്. ഓരോ ആൾക്കാർ കടുക് താളിച്ച് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ കടുക് താളിക്കുന്നില്ല. പഴയ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പഴയ ആൾക്കാർ ചെയ്യുന്ന പലതും നല്ലതാണ്. അത് നമ്മൾ എന്താ പറയുക ഫോളോ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പുതിയ തലമുറ ചെയ്യുന്നത് നന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പഴയ തലമുറൻ്റെ എപ്പോഴും അതിൽ പല ഗുണങ്ങളും അതിലുണ്ട്. മുരിങ്ങ ഇട്ടു. ഇനി അത് ഒരു 2 തിള തിളയ്ക്കണം കേട്ടോ. കണ്ടില്ലേ ആ കുരുമുളകും ജീരകത്തിൻ്റെ ഒരു കൊത്തമല്ലിൻ്റെ ഒരു വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു നല്ല മണം വരുന്നുണ്ട്. കണ്ടില്ലേ? ഇത് ഒരുപാട് കട്ടിയായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം വേണം. ചാറ് കുറച്ച് ഒരുപാട് കട്ടി ഉണ്ടാവരുത്. നമ്മുടെ മുരിങ്ങ ഇല ഇട്ടിട്ട് ഇപ്പോൾ ഒരു 3 മിനിറ്റെങ്കിലും ആയിട്ടുണ്ടാവും. മുരിങ്ങ വേകാൻ അത്രയും മതി കേട്ടോ. ഒരുപാട് ഇങ്ങനെ തിളയ്ക്കരുത്. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്റ്റവ് ഓഫാക്കണം. സ്റ്റവ് ഓഫാക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. അതാണ് ഒരു ടേസ്റ്റ്. ഓരോ ആൾക്കാർ താളിച്ച് വിടും. പക്ഷെ ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി വിടണം. ഞാൻ സ്റ്റവ് ഓൾറെഡി ഓഫാക്കിയിട്ടുണ്ട്. നിങ്ങളിത് ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, മുരിങ്ങച്ചാറ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം. ഓക്കെ, എല്ലാവരും